Hi all, welcome to Edu's MLT PSC Coaching 2023. I am Krishna Priya. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ എപ്പിമേഴ്സത്തിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ വാട്ട് ആർ എപ്പിമേഴ്സ്? എപ്പിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മോണോസാക്രൈഡ്സ് ദേ ഡിഫർ ഫ്രം ഈച്ച് അതർ ഇൻ ദ കോൺഫിഗറേഷൻ അറൌണ്ട് എ സിംഗിൾ സ്പെസിഫിക് കാർബൺ ആറ്റം അതർ ദാൻ റെഫറൻസ് കാർബൺ ആറ്റം. അപ്പോൾ റെഫറൻസ് കാർബൺ ആറ്റം അല്ലാതെ വേറെ ഏതെങ്കിലും രണ്ട് കാർബൺ ആറ്റം തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടുണ്ടാകുന്ന കോമ്പൗണ്ട്സ് ആണ് ഏതെന്ന് പറയുന്നത് രണ്ട് മോണോസാക്രൈഡ്സ് ആണ് എപ്പിമേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോസും ഗാലക്ടോസും C4 എപ്പിമറും ഗ്ലൂക്കോസ് ആൻഡ് മാനോസ് C2 എപ്പിമേഴ്സ് ആണെന്ന് പറഞ്ഞു. ആൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഗ്ലൂക്കോസ് ആൻഡ് മാനോസ് they are epimers. Glucose and galactose are also epimers, but galactose and mannose are not epimer. They are diastereoisomers. And enzymes, epimerization help in the enzymes in the group of enzymes are called epimerases. Then diastereoisomers of glucose. അപ്പോൾ നമ്മൾ പറഞ്ഞു എപ്പിമേഴ്സ് അല്ല, ഗാലക്ടോസ് ആൻഡ് മാനോസ് ആർ ഡയാസ്റ്റീരിയോഐസോമേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എപ്പിമേഴ്സ് എന്തായിരുന്നു അല്ലെങ്കിൽ എപ്പിമേഴ്സ് എന്തായിരുന്നു? C2 C4 അല്ലെങ്കിൽ റെഫറൻസ് കാർബൺ ആറ്റം അല്ലാതെ ഏതെങ്കിലും ഒരു സിംഗിൾ സ്പെസിഫിക് കാർബൺ ആറ്റം, ഒറ്റ കാർബൺ ആറ്റം മാത്രം ഡിഫറൻസ് വരുന്നതിനെയാണ് എപ്പിമെറിസം എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡയാസ്റ്റീരിയോഐസോമേഴ്സ് the configurational changes regard to C2, C3, C4 that will produce 8 different monosaccharides. ഒന്നെങ്കിൽ C2, C3, C4 ആ മൂന്ന് പൊസിഷനിലും ചേഞ്ചസ് വരാം. അപ്പോൾ അങ്ങനെ പൊസിഷനിൽ ചേഞ്ചസ് വരുമ്പോൾ 8 മോണോസാക്രൈഡ്സ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഔട്ട് ഓഫ് ദീസ് ഓൺലി 3 ആർ സീൻ ഇൻ ഹ്യൂമൻ ബോഡി. ദേ ആർ ഗ്ലൂക്കോസ്, ഗാലക്ടോസ് ആൻഡ് മാനോസ്. അപ്പോൾ ഡയാസ്റ്റീരിയോ ഐസോമേഴ്സ് ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിന് എത്ര എണ്ണം ഫോം ചെയ്യാം? 8 ഡിഫറെന്റ് ഡയാസ്റ്റീരിയോ ഐസോമേഴ്സ് ഫോം ചെയ്യാം. അതിനകത്ത് 3 എണ്ണം ആയിരിക്കും ഹ്യൂമൻ ബോഡിക്കകത്ത് കാണുന്നത്, ഗ്ലൂക്കോസ്, ഗാലക്ടോസ് ആൻഡ് മാനോസ്. And this diastereoisomers is used to represent the stereoisomers that are not mirror images of each other. അപ്പോൾ diastereoisomers mirror images അല്ല. The next question, which of the following is an example of epimerism? Glucose, fructose, glycine and alanine, DNA and RNA, ribose and deoxyribose, glucose and galactose. അപ്പോൾ ഇതിനകത്ത് എപ്പിമെറിസത്തിന് എക്സാമ്പിൾ ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. Okay, glucose and galactose are C4 epimer ആണ്. Glucose and galactose are the epimers because they have the same molecular formula C6H12O6 but differ in the spatial arrangement of atom at a single chiral carbon, that is C4 carbonലായിരിക്കും, and the difference gives them distinct chemical properties. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് ആനോമെറിസം. ഓക്കെ, ആനോമെറിസം എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം നമ്മൾ സ്ട്രേറ്റ് ചെയിനകത്ത് വരുന്ന ഡിഫറൻസ് ആയിരുന്നു പറയുന്നത്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ആനോമെറിസം ദി ഷുഗേഴ്സ് ഇൻ ദ സൊല്യൂഷൻ ദാറ്റ് എക്സിസ്റ്റ് ഇൻ റിംഗ് ഫോം ആൻഡ് നോട്ട് ഇൻ എ സ്ട്രേറ്റ് ചെയിൻ ഫോം. ഒരു സൊല്യൂഷനകത്ത് ഷുഗേഴ്സ് കാണുന്നത് റിംഗ് ഫോമിലായിരിക്കും, സ്ട്രേറ്റ് ചെയിൻ ഫോമിലല്ല. അപ്പോൾ അങ്ങനെ ഫോം ചെയ്യുമ്പോൾ ഈ ആൽഫ ആൻഡ് ബീറ്റ സൈക്ലിക് ഫോംസ് ഓഫ് ഡി ഗ്ലൂക്കോസിന്റെ ആൽഫ ആൻഡ് ബീറ്റ സൈക്ലിക് ഫോംസിനെയാണ് ആനോമേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ഡിഫർ ഫ്രം ഈച്ച് അതർ ഇൻ ദ കോൺഫിഗറേഷൻ അറൌണ്ട് C1. ആ C1 മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ദാറ്റ് ഈസ് ദ ആനോമറിക് കാർബൺ ആറ്റം. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ ആയതുകൊണ്ട് അതിനെ ആനോമറിക് കാർബൺ എന്ന് പറയുന്നു. ആൻഡ് ദി ആനോമേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്പേഷ്യൽ കോൺഫിഗറേഷൻ വിത്ത് റെഫറൻസ് ടു ദി ഫസ്റ്റ് കാർബൺ ആറ്റം ഇൻ ആൽഡോസസ് ആൻഡ് സെക്കൻഡ് കാർബൺ ആറ്റം ഇൻ കീറ്റോസസ്. ആൽഡോസസിനകത്ത് ഫസ്റ്റ് കാർബൺ ആറ്റത്തിലും കീറ്റോസസിനകത്ത് സെക്കൻഡ് കാർബൺ ആറ്റത്തിലായിരിക്കും ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ആ സ്പേഷ്യൽ അറേഞ്ച്മെന്റിനകത്ത്. ആൻഡ് ദി കാർബണൈൽ കാർബൺ ആഫ്റ്റർ സൈക്ലൈസേഷൻ ബിക്കം ആനോമറിക് കാർബൺ ആൻഡ് ദാറ്റ് ക്രിയേറ്റ്സ് ആൽഫ ആൻഡ് ബീറ്റ കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പോൾ ആൽഡിഹൈഡ് ഗ്രൂപ്പിനും കീറ്റോ ഗ്രൂപ്പിനകത്തും കണ്ടോ പിക്ചറിനകത്ത് ഡിനോട്ട് ചെയ്തേക്കുന്ന ഫസ്റ്റ് പൊസിഷൻ ഇൻ ദ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡ് പൊസിഷൻ ഇൻ ദി കീറ്റോ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ അവിടെ ആയിരിക്കും എന്താ ചേഞ്ച് വരുന്നത്. അപ്പോൾ റിംഗ് ഫോമിനകത്ത് നമ്മൾ ഇത് എഴുതുമ്പോൾ ദിസ് ഈസ് ദ റിംഗ് ഫോം ഓഫ് ഗ്ലൂക്കോസ്, ആൽഫ ആൻഡ് ബീറ്റ ഡി ഗ്ലൂക്കോസ്. അപ്പൊ ആൽഫ ഡി ഗ്ലൂക്കോസ് ആണെങ്കിൽ ഫസ്റ്റ് ആനോമറിക് കാർബൺ ആറ്റം ഇസ് ദ ഫസ്റ്റ് കാർബൺ ആറ്റം. OH ഗ്രൂപ്പ് ബിലോ ദി പ്ലെയിൻ ഓഫ് ദി റിംഗ്, ദാറ്റ് ഈസ് കോൾഡ് ആൽഫ ടൈപ്പ്. ആൻഡ് ദി ബീറ്റ ടൈപ്പിനകത്ത് OH ടുവേർഡ്സ് അപ്വേർഡ്സ്. ഓക്കെ, അതാണ് ബീറ്റ ടൈപ്പ് വരുന്നത്. അപ്പൊ റിംഗ് ഫോം ജനറൽ സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും ഇത് ഫ്രാക്ടോസിൻ്റെത്. ഓക്കെ, what is anomerism in carbohydrate chemistry?
the process of converting monosaccharides into disaccharides, the ability of the molecule to rotate polarized light, and the ability of the sugar molecule to exist in two different forms, that is alpha and beta, due to the orientation of a single functional group, or the process of breaking down complex carbohydrates into simple sugars during digestion. അപ്പോൾ ഇതിനകത്ത് ഏതാ anomerism പറയുന്നത്? The ability of the sugar molecule to exist in different forms, that is alpha and beta type, that is due to the orientation of the sugar, orientation of a single functional group. Okay, അപ്പോൾ നമ്മൾ പറഞ്ഞു അതാണ് anomerism. Explanation പറയുന്നത് anomerism that refers to the phenomenon where the sugar molecules can exist in two distinct forms, that is known as anomers, that is due to the spatial orientation of hydroxyl group of specific carbon atom, that is the two common anomers in glucose, for example alpha and beta glucose. The next important point ഒരു property എന്ന് പറയുന്നത് mutarotation. Okay, mutarotation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when D-glucose is crystallized at room temperature, ഒരു D ടൈപ്പ് ഗ്ലൂക്കോസ് റൂം ടെമ്പറേച്ചറിനകത്ത് ക്രിസ്റ്റലൈസ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഒരു ഫ്രഷ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ, ഒരു പോളറൈസ്ഡ് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള മോളിക്യൂൾസിന്റെ സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ +112 ഡിഗ്രി ആണ്. But after 12 to 18 hours it changes to +52.5 ഡിഗ്രി ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഒരു ക്രിസ്റ്റലൈസ് റൂം ടെമ്പറേച്ചർ ക്രിസ്റ്റലൈസ് ചെയ്ത് ഡി ഗ്ലൂക്കോസ് വെച്ചിട്ട് ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ സൊല്യൂഷനകത്തോട് എ ബീം ഓഫ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് പാസ് ചെയ്ത് കഴിയുമ്പോൾ ദി മോളിക്യൂൾസിന്റെ സ്പെസിഫിക് റൊട്ടേഷൻ ഈസ് +112 ഡിഗ്രി. ബട്ട് ആഫ്റ്റർ 12 to 18 hours it changes from +112 to +52.5 ഡിഗ്രി ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി അതേപോലെ ഇഫ് ഇനീഷ്യൽ ക്രിസ്റ്റലൈസേഷൻ ടേക്സ് പ്ലേസ് at 98 degrees Celsius and then solubilized, the specific rotation is found to be +19. That also changes to +52.5 degree within a few hours. Okay, and this change in rotation with time, that is called mutarotation. Okay, മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് റൂം ടെമ്പറേച്ചറിനകത്ത് ക്രിസ്റ്റലൈസ് ചെയ്ത ഡി ഗ്ലൂക്കോസ് സൊല്യൂഷൻ ഉണ്ടാക്കി അതിനകത്തൂടെ പ്ലെയിൻ പോളറൈസ് ലൈറ്റ് പാസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഇനിഷ്യൽ റൊട്ടേഷൻ +112 ഡിഗ്രി ആയിരുന്നു. ആൻഡ് 12 to 18 hours കഴിയുമ്പോൾ ഇറ്റ് ചേഞ്ചസ് ടു +52.5 ഡിഗ്രി. ആൻഡ് 98 ഡിഗ്രി സെൽഷ്യസിൽ ക്രിസ്റ്റലൈസ് ചെയ്ത ഗ്ലൂക്കോസിനെ സോലിബിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അതിന്റെ സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇനിഷ്യൽ it is +19 degree and that also changes to +52.5 degree after a few hours. And that change in rotation +112 ൽ നിന്ന് 52.5 degree ആയിട്ട് മാറി and +19 ൽ നിന്ന് that also converted to +52.5 degree, and that change in rotation with time is called mutarotation. Okay, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ +52.5 degree എന്ന് പറഞ്ഞാൽ ഒരു ഇക്വിലിബ്രിയം മിക്സ്ചർ ആയിരിക്കും, ഇക്വിലിബ്രിയത്തിൽ ഫോം ചെയ്യുന്നു. അപ്പോൾ ഷുഗർ ഒപ്റ്റിക്കൽ സൊല്യൂഷൻ ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഗ്ലൂക്കോസും, ആൽഫ ഡി ഗ്ലൂക്കോസിന്റെ +112 ഡിഗ്രി ആയിരുന്നു ഇനിഷ്യൽ ആൻഡ് 98 ഡിഗ്രി ക്രിസ്റ്റലൈസ് ചെയ്ത ബീറ്റ ഡി ഗ്ലൂക്കോസിൻ്റെത് +90 ആയിരുന്നു. രണ്ടും ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ് ഇറ്റ് ചേഞ്ചസ് ടു +52.5 degree and that change in rotation is called mutarotation. For mutarotation definition, it is defined as the change in specific optical rotation that representing the interconversion of alpha and beta forms of D-glucose to an equilibrium mixture. അപ്പോൾ ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഗ്ലൂക്കോസും ഒരു ഇക്വിലിബ്രിയം മിക്സ്ചറിനകത്തോട്ട് വരുന്ന ആ ചേഞ്ച് ഇൻ റൊട്ടേഷനെയാണ് വിത്ത് ടൈം ദാറ്റ് ഈസ് കോൾഡ് mutarotation. Next, what are the chemical properties of carbohydrates? First, action of strong acid. ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു ഫെർഫറൽ ഡെറിവേറ്റീവ് ഫോം ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് ഓൺ heating sugar with a mineral acid like H2SO4 or HCl, the sugar loses water molecules and forms a furfural derivatives. അപ്പോൾ ഷുഗർ മോളിക്യൂൾസ് മിനറൽ ആസിഡുമായിട്ട് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ വാട്ടർ മോളിക്യൂൾസ് റിലീസ് ചെയ്തിട്ട് ഒരു ഫെർഫറൽ ഡെറിവേറ്റീവ്സ് ഫോം ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് ദാറ്റ് മേ കണ്ടൻസസ് വിത്ത് ആൽക്കഹോൾസ് ലൈക്ക് ആൽഫ നാഫ്തോൾ, തൈമോൾ, റെസോസിനോൾ എക്സെട്ര ടു പ്രൊഡ്യൂസ് എ കളേർഡ് കോംപ്ലക്സസ്. അപ്പോൾ ഈ ഫെർഫറൽ ഡെറിവേറ്റീവ്സ് നമുക്ക് കിട്ടുന്ന ടെസ്റ്റ് ഏതൊക്കെയാണ്? മുളിഷ് ടെസ്റ്റ്, സെൽവാനോസ് ടെസ്റ്റ്,
എക്സെട്ര. അതിനകത്തൊക്കെ ഫെർഫറൽ ഡെറിവേറ്റീവ്സ് ഫോം ചെയ്യും. ഫെർഫറൽ ഡെറിവേറ്റീവ് ഫോം ചെയ്യുന്നത് sugar molecules that reacts with a mineral acid and releases water molecule to form furfural derivatives. Then action of alkalis and form enolization reaction on treated with dilute alkali, both aldoses and ketoses that change to enadiols. Okay, enadiol form ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ aldoses ketoses both sugars that treated with aqueous alkali molecules that is converted to enadiol. Okay, enadiol is the enol form of sugar because two OH groups are attached. രണ്ട് OH group attach ചെയ്തിട്ട് ഒരു enol form അല്ലെങ്കിൽ enadiol form ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, C ഡബിൾ ബോണ്ട് O മാറിയിട്ട് കണ്ടോ. അപ്പോൾ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചറിനകത്ത് ഫസ്റ്റ് ആൽഡിഹൈഡ് ഗ്രൂപ്പ്, ഇൻ ദ ഫ്രക്ടോസ് ദ സെക്കൻഡ് ഗ്രൂപ്പ്, കീറ്റോ ഗ്രൂപ്പ്, ദാറ്റ് വിൽ കൺവേർട്ട് ഒരു ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഒരു enadiol ഫോം ചെയ്യുന്നു. 1 to enadiol form. ഓക്കെ, OH ഡബിൾ ബോണ്ട് O മാറിയിട്ട് അത് OH ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. And thus the alkali enolizes the sugars to obtain its reducing property. Enadiol form reduces other ions in the medium and themselves get oxidized to sugar acid. അപ്പോൾ ഈ enadiol ഫോം ചെയ്യുന്നത് അത് തന്നെ റെഡ്യൂസ് ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ഷുഗർ ആസിഡ് ഫോം ചെയ്യുന്നുണ്ടായിരിക്കും ആൻഡ് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. Benedict ടെസ്റ്റിനകത്തൊക്കെ that is the appearance of yellow to red precipitate that indicates reduction and the quantity of the sugar that present can be roughly estimate the color and the amount of precipitate. അപ്പോൾ എത്രമാത്രം ഷുഗർ ആണ് അതിനകത്ത് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സൊല്യൂഷനകത്ത് എത്ര എമൗണ്ട് ഷുഗർ ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും കളറും പ്രസിപ്പിറ്റേഷന്റെ ഫോർമേഷൻ. കളർ കൂടുന്നതനുസരിച്ച് ഷുഗറിന്റെ എമൗണ്ട് കൂടുതലായിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് ബെനഡിക്ട് ടെസ്റ്റ്. അപ്പോൾ ബെനഡിക്ട് ടെസ്റ്റിനകത്ത് ബെനഡിക്ട് റിയേജന്റിനകത്ത് 1% കോപ്പർ സൾഫേറ്റ്, സോഡിയം കാർബണേറ്റും സോഡിയം സിട്രേറ്റും ആയിരിക്കും അതിന്റെ ഏജൻസ്. ഓക്കെ, അപ്പോൾ ബെനഡിക്ട് റിയേജന്റിന്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ്, സോഡിയം കാർബണേറ്റ് ആൻഡ് സോഡിയം സിട്രേറ്റ് ദാറ്റ് ആക്ട് ആസ് എ സ്റ്റെബിലൈസിംഗ് ഏജന്റ് ദാറ്റ് പ്രിവെന്റ്സ് precipitate. ആൻഡ് ഇപ്പോൾ റിയാക്ഷൻ നടക്കുന്നത് 5 ml റിയേജന്റ് എടുക്കുന്നു. ബെനഡിക്ട് റിയേജന്റിന്റെ കോമ്പോസിഷൻ ആണ് നമ്മൾ പറഞ്ഞത്. 5 ml ബെനഡിക്ട് റിയേജന്റിനകത്തോട്ട് 8 ഡ്രോപ്പ് ഷുഗർ മോളിക്യൂൾസ് ആഡ് ചെയ്യുന്നു. എന്നിട്ട് 2 minutes ഹീറ്റ് ചെയ്യുന്നു ഡയറക്റ്റ് ഫ്ലെയിമിനകത്ത്. ദെൻ കൂൾ ആൻഡ് ദാറ്റ് ഫോംസ് എ ബ്രിക്ക് റെഡ് precipitate. ഷുഗർ മോളിക്യൂൾസ് ഉണ്ട് എങ്കിൽ ഷുഗർ മോളിക്യൂൾസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു റെഡ് precipitate ഫോം ചെയ്യും. ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സ്പെസിഫിക് ടെസ്റ്റ് ഫോർ റെഡ്യൂസിംഗ് ഷുഗേഴ്സ് and the detection of the reducing sugar in urine in the case of diabetes and galactosemia. ഷുഗറിന്റെ പ്രസൻസ് ഓർ ആബ്സെൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ബെനഡിക്ട് ടെസ്റ്റ് വെച്ചിട്ട്. ഇൻ ദ കേസ് ഓഫ് ഡയബറ്റീസ് മെലിറ്റസ്, ഗാലക്ടോസീമിയ എക്സെട്ര യൂറിനകത്തെ ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് ബെനഡിക്ട് ടെസ്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ദ ബാർഫോർഡ് ടെസ്റ്റ്. ബാർഫോർഡ് ടെസ്റ്റിന്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാർഫോർഡ്സ് റിയേജന്റിന്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ copper acetate in acetic acid or lactic acid. Copper acetate in acetic acid or lactic acid. അപ്പോൾ അത് ടെസ്റ്റ് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ to 5 ml of reagent add 8 drops of sugar molecules and keep it in a water bath for 2 minutes. നമ്മൾ ബെനഡിക്സിനകത്ത് ഡയറക്റ്റ് ഫ്ലെയിമിനകത്തായിരുന്നു ഹീറ്റ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ബാർഫോർഡ് ടെസ്റ്റ് ദാറ്റ് ഈസ് in the water bath for 2 minutes and then allowed to cool. It also forms a red precipitate at the bottom of the test tube. മറ്റേതിനകത്ത് entire solution റെഡ് കളർ ഫോം ചെയ്യുന്നു. ബട്ട് ഇൻ ദിസ് കേസ് ദാറ്റ് ഫോംസ് അടിയിൽ മാത്രം precipitate പോലെ ടെസ്റ്റ് ട്യൂബിന്റെ അടിയിൽ മാത്രം നമുക്കൊരു റെഡ് precipitate ഫോം ചെയ്യുന്നു. ദാറ്റ് വി ക്യാൻ ഫ്രം ദിസ് ടെസ്റ്റ് വി ക്യാൻ ഡിസ്റ്റിങ്വിഷ് monosaccharides from disaccharides. Okay, then next is oxidation reaction, that is sugar acid formation. Depending upon the oxidizing agents, the terminal carbon atom undergo oxidation to produce corresponding acids. Okay, അപ്പോൾ നമുക്ക് ഓക്സിഡേഷൻ നടന്നിട്ട് കറസ്പോണ്ടിങ് ഷുഗർ ആസിഡ്സ് ഫോം ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് 3 ഡിഫറെന്റ് കണ്ടീഷനിൽ ഓക്സിഡേഷൻ നടക്കുന്നു. ദാറ്റ് ഈസ് മൈൽഡ് ഓക്സിഡേഷൻ, that is the aldehyde group oxidized to carboxyl group to produce aldonic acid. Aldehyde group carboxyl group ആയിട്ട് ഓക്സിഡേഷൻ നടക്കുന്നു, എന്നിട്ട് ആൽഡോണിക് ആസിഡ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഗ്ലൂക്കോസ് ടു ഗ്ലൂക്കോണിക് ആസിഡ്, മാനോസ് ടു മാനോണിക് ആസിഡ് ആൻഡ് ഗാലക്ടോസ് ടു ഗാലക്ടോണിക് ആസിഡ്. ദെൻ സെക്കൻഡ് കാറ്റലിറ്റിക് ഓക്സിഡേഷൻ, ടെർമിനൽ ആൽക്കഹോൾ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് പ്രീവിയസ് കേസിൽ മൈൽഡ് ഓക്സിഡേഷനകത്ത് ആൽഡിഹൈഡ് ഗ്രൂപ്പിന്
കാർബോക്സിൽ ഗ്രൂപ്പ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ആൽഡോണിക് ആസിഡ് ഫോം ചെയ്യുന്നു. ആൻഡ് ഇൻ കാറ്റലിറ്റിക് ഓക്സിഡേഷൻ terminal alcohol is oxidized to carboxyl group to produce uronic acid ആയിട്ട് മാറുന്നു. An example, glucuronic acid, mannuronic acid, galactronic acid, etc. Then strong oxidation, both aldehyde and terminal alcohol group. മറ്റേതിനകത്ത് ആൽഡിഹൈഡ് ആയിരുന്നു, കാറ്റലിറ്റിക് ഓക്സിഡേഷനകത്ത് ടെർമിനൽ ആൽക്കഹോൾ ഗ്രൂപ്പിനായിരിക്കും ഓക്സിഡേഷൻ നടക്കുന്നത്. ആൻഡ് ഇൻ ദ സ്ട്രോങ് ഓക്സിഡേഷൻ, at that case both aldehyde and the terminal alcohol groups are oxidized to carboxyl group. At that form saccharic acid or alderic acid. An example, glucosaccharic acid, mannuric acid and mucic acid, etc. Okay, അപ്പോൾ ഇത് ഗ്ലൂക്കോണിക് ആസിഡ് ആൻഡ് ഗ്ലൂക്കോസാക്കറിക് ആസിഡ് 3 ടൈപ്പ് ഓക്സിഡേഷൻ ഉള്ള എക്സാമ്പിൾസ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ആൽഡിഹൈഡ് ആൽക്കഹോളിക് ഗ്രൂപ്പ്, ഗ്ലൂക്കോണിക് ആസിഡ് ഗ്ലൂക്കോസാക്കറിക് ആസിഡിനകത്ത് ബോത്ത് ടെർമിനൽ ആൻഡ് alcoholic group. Okay, then next reaction, reduction, that is sugar alcohol formation. Aldehyde or keto sugar that reduce to form corresponding sugar alcohols. For glucose to sorbitol, fructose to mannitol or sorbitol plus sorbitol, galactose is reduced to dulcitol and mannose to mannitol. Okay, reduction എന്ന് പറഞ്ഞാൽ when treated with reducing agents such as sodium amalgam, the aldehyde or keto group of the monosaccharide is reduced to corresponding alcohol and ഫോർമുലയും ആയിരിക്കും റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിഡക്ഷൻ റിയാക്ഷൻ വഴി അതിന്റെ കറസ്പോണ്ടിങ് ഷുഗർ ആൽക്കഹോൾസ് ഫോം ചെയ്യും. ദാറ്റ് ഈസ് ഗ്ലൂക്കോസ് ടു സോർബിറ്റോൾ, ഗ്ലൂക്കോസ് റെഡ്യൂസ് ടു സോർബിറ്റോൾ, ഫ്രക്ടോസ് ടു മാനോസ് പ്ലസ് സോർബിറ്റോൾ, ഗാലക്ടോസ് ടു ഡൾസിറ്റോൾ ആൻഡ് മാനോസ് ടു മാനിറ്റോൾ. ദെൻ ആക്ഷൻ ഓഫ് ഫീനൈൽ ഹൈഡ്രോസിൻ, ഈ ഷുഗർ മോളിക്യൂൾസ് ഫീനൈൽ ഹൈഡ്രോസിൻ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ഓസോൺ ഫോം ചെയ്യും, ക്രിസ്റ്റൽ ഫോംസ്. നമുക്ക് അതിന്റെ ക്രിസ്റ്റൽ നമുക്ക് മൈക്രോസ്കോപ്പിക് സ്ലൈഡ്സിനകത്തൂടെ കാണാൻ പറ്റും. അപ്പോൾ ഓരോന്നിനും ഡിഫറെന്റ് ഷേപ്സ് ഓഫ് ക്രിസ്റ്റൽസ് ആയിരിക്കും കിട്ടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ യൂസ്ഫുൾ മീൻ ഓഫ് പ്രിപ്പയറിംഗ് ക്രിസ്റ്റലൈൻ ഡെറിവേറ്റീവ്സ് ഓഫ് ഷുഗേഴ്സ് ആൻഡ് ദേ ഹാവ് ക്യാരക്ടറിസ്റ്റിക് മെൽറ്റിംഗ് പോയിന്റ്, ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആൻഡ് precipitation ടൈം. അപ്പോൾ ഓരോന്നിനും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, ഓരോ ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതിന്റെ precipitation ടൈം ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അതിന്റെ പ്രിപ്പറേഷൻ ഹൈഡ്രോസിൻ പ്രിപ്പയർ ചെയ്യുന്നത് മിക്സ്ചർ ഓഫ് ഫീനൈൽ ഹൈഡ്രോസിൻ, HCl ആൻഡ് സോഡിയം സിട്രേറ്റ് പ്ലസ് ഷുഗർ സൊല്യൂഷൻ. ഇതെല്ലാം കൂടെ ഷുഗർ സൊല്യൂഷനും ഫീനൈൽ ഹൈഡ്രോസിൻ പ്ലസ് HClഉം സോഡിയം അസറ്റേറ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ട് മിക്സ്ചർ ഫോം ചെയ്യുന്നു. ആൻഡ് ഹീറ്റിംഗ് ഇൻ എ ബോയിലിംഗ് വാട്ടർ ബാത്ത് ഫോർ 20 to 45 minutes. Then കൂൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നുണ്ടായിരിക്കും. അത് നമ്മൾ സ്ലൈഡിനകത്ത് ഒരു സ്മോൾ പോർഷൻ എടുത്ത് വെച്ചിട്ട് കവർ സ്ലിപ്പ് വെച്ച് സ്ലൈഡ് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിനകത്തോട് നോക്കി കഴിയുമ്പോൾ ഓരോ കാർബോഹൈഡ്രേറ്റ് മോളിക്യൂൾസിനും നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽസ് ആയിരിക്കും കിട്ടുന്നത്. അതിന്റെ റിയാക്ഷൻ നടക്കുന്നത് പ്രസൻസ് ഓഫ് ദ ഫ്രീ കാർബണൈൽ കാർബൺ, that is the aldehyde or keto group, is essential for the ozone formation. This carbonyl group and the next adjacent carbon atom only involves in the reaction. Carbonyl ഗ്രൂപ്പും അതിന്റെ അടുത്തുള്ള കാർബൺ ആറ്റം ആയിരിക്കും ഫീനൈൽ ഹൈഡ്രോസോൺ ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ദീസ് ഓസോൺ ഫോം ആർ യെല്ലോ ടു ഓറഞ്ച് ക്രിസ്റ്റലൈൻ ഡെറിവേറ്റീവ്സ് ഓഫ് ദ റെഡ്യൂസിംഗ് ഷുഗേഴ്സ് വിത്ത് ഫീനൈൽ ഹൈഡ്രോസിൻ. ഒന്നെങ്കിൽ യെല്ലോ ഓറഞ്ച് ആ കളർ റേഞ്ചിലായിരിക്കും വരുന്നത്. And 3 molecules of phenyl hydrogen that react with 1 sugar molecules. അപ്പോൾ ഇതാണ് റിയാക്ഷൻ. ഷുഗർ മോളിക്യൂൾസ് that combines with phenyl hydrogen to form phenyl hydrosone. ഷുഗർ ഫീനൈൽ ഹൈഡ്രോസോൺ മിക്സ്ചർ ഫോം ചെയ്യുന്നു. അതിനകത്ത് അമോണിയ പ്ലസ് അനിലിൻ റിലീസ് ചെയ്തിട്ട് ഓക്സി ഷുഗർ ഫീനൈൽ ഹൈഡ്രോസോൺ ഫോം ചെയ്യുന്നു. അതിൽ നിന്ന് വാട്ടർ മോളിക്യൂൾസ് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഗ്ലൂക്കോസോൺ ഫോം ചെയ്യുന്നു. ഗ്ലൂക്കോസ് ആണെങ്കിൽ ഗ്ലൂക്കോസോൺ. ഇപ്പോൾ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രക്ടോസിന് അതിന് കറസ്പോണ്ടിങ് ഓസോൺ ഫോം ചെയ്യുമ്പോൾ അതിന്റെ ക്രിസ്റ്റൽസിന്റെ ഷേപ്പ് നീഡിൽ ഷേപ്പ് ക്രിസ്റ്റൽസ് ആയിരിക്കുന്നു. ദെൻ ലാക്ടോസിനാണെങ്കിൽ പൗഡർ പഫ് ഷേപ്പ്. ഓക്കെ, പൗഡർ പഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടാവാടി ഇല്ലേ, അതിന്റെ പൂവിന്റെ ഷേപ്പ് ആയിരിക്കും കിട്ടുന്നത്. ആൻഡ് ദെൻ മാൾട്ടോസ് ദാറ്റ് ഫോംസ് സൺഫ്ലവർ ഷേപ്ഡ് ക്രിസ്റ്റൽ. ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് നീഡിൽ ഷേപ്പ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നു. ലാക്ടോസിനകത്ത് പൗഡർ പഫ് ഷേപ്ഡ് ക്രിസ്റ്റൽസ് ആൻഡ് മാൾട്ടോസ് സൺഫ്ലവർ ഷേപ്ഡ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ബയോളജിക്കലി ഇമ്പോർട്ടൻറ്റ് ഷുഗർ ഡെറിവേറ്റീവ്സ് ഓഫ് മോണോസാക്രൈഡ്സ്. മോണോസാക്രൈഡ്സിൽ നിന്ന് ഫോം ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഷുഗർ ഡെറിവേറ്റീവ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് അമിനോ ഷുഗർ. അപ്പൊ അമിനോ ഷുഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിനോ ഗ്രൂപ്പ്
that is NH2 amino acids nathulla amino group may be substituted for hydroxyl group of the sugar which may give rise to amino sugar. അപ്പോൾ ഷുഗേഴ്സിനകത്തുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന് പകരം അമിനോ ഗ്രൂപ്പ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഫോംസ് അമിനോ ഷുഗർ. ജനറലി ദി അമിനോ ഗ്രൂപ്പ് ഈസ് ആഡഡ് ടു ദി സെക്കൻഡ് കാർബൺ ഓഫ് ഹെക്സോസിസ്. ഹെക്സോസിന്റെ 6 കാർബൺ ആറ്റം ഉള്ള ഹെക്സോസിന്റെ that is glucose, fructose, mannose, galactose, etc. അപ്പോൾ അതുപോലത്തെ ഉള്ള ഹെക്സോസിന്റെ സെക്കൻഡ് കാർബൺ ആറ്റമായിട്ടായിരിക്കും ആറ്റത്തിലോട്ടാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് മാറിയിട്ട് അമിനോ ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. എക്സാമ്പിൾ ഗ്ലൂക്കോസമീൻ that is seen in hyaluronic acid, heparin, etc. Galactosamine present in chondroitin of cartilage, bone, tendon, etc. And manosamine, it is a constituent of glycoprotein. Then the amino group of the sugar may be further acetylated to produce N-acetylated sugars. Okay, അപ്പോൾ അമിനോ ഗ്രൂപ്പ് ആഡ് ചെയ്തു, അതിനകത്ത് ആ അമിനോ ഗ്രൂപ്പിന് പിന്നെ അസറ്റിലേഷൻ റിയാക്ഷൻ നടന്നിട്ട് N-acetylated sugars ആയിട്ട് മാറുന്നു. ആൻഡ് ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻ, മ്യൂക്കോപോളിസാക്കറൈഡ്സ് ആൻഡ് സെൽ മെംബ്രെയിൻ ഏജൻസ്. അതാണ് ഇപ്പോൾ അസറ്റിലേഷൻ റിയാക്ഷനൂടെ കഴിഞ്ഞിട്ട് ഫോം ചെയ്യുന്നതിന് എക്സാമ്പിൾ ആണ് N-acetyl ഗ്ലൂക്കോസമീൻ, N-acetyl galactosamine, എക്സെട്ര. അപ്പോൾ ഇതാണ് സ്ട്രക്ചർ പറയുന്നത്. 2 amino D glucose or glucose amine or N-acetyl galactosamine. Then next അപ്പോൾ അമിനോ ഷുഗേഴ്സ് പറഞ്ഞു. ഷുഗേഴ്സിനകത്ത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് മാറിയിട്ട് NH2 ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് അമിനോ ഷുഗേഴ്സ് ഫോം ചെയ്യുന്നത്. ഇനി ഡിയോക്സി ഷുഗേഴ്സ് നമുക്കറിയാം, ഓക്സിജൻ ഓഫ് ദി ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് മേ ബി റിമൂവ് ടു ഫോം ഡിയോക്സി ഷുഗേഴ്സ്. അപ്പോൾ ഓക്സിജനെ റിമൂവ് ചെയ്തിട്ട് ഫോം ചെയ്യുന്നതിനാണ് ഡിയോക്സി ഷുഗേഴ്സ് എന്ന് പറയുന്നത്. The deoxyribose is an important component of DNA. അറിയാവുന്ന കാര്യമാണല്ലോ റൈബോസും deoxyribose. And it is formed by the removal of oxygen atom from OH group at the second carbon atom. L-fucose is another deoxy sugar that is present in the blood group antigens and many other glycoproteins. അപ്പോൾ D-ribosum to deoxyribosum. Okay, D-ribosiനകത്ത് സെക്കൻഡ് പൊസിഷനകത്ത് ഇവിടെ OH ആണ് ഉള്ളത്. ദിസ് ഈസ് ദ സെക്കൻഡ് പൊസിഷൻ. ഇപ്പോൾ ഡി റൈബോസിനകത്ത് OH ആണ്. 2 ഡിയോക്സി എന്ന് പറയുമ്പോൾ സെക്കൻഡ് പൊസിഷനകത്തുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൽ നിന്നൊരു ഓക്സിജൻ റിലീസ് ചെയ്തിട്ടാണ് ഡിയോക്സി റൈബോസ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് എസ്റ്റർ ഫോർമേഷൻ. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഓഫ് ദി ഷുഗർ ദാറ്റ് ക്യാൻ ബി എസ്റ്ററിഫൈഡ് by reacting with acids that form esters of acetate, phosphate, etc. അപ്പോൾ ഒരു ഷുഗേഴ്സിന്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എസ്റ്ററിഫൈ ചെയ്യുന്നത് ദാറ്റ് റിയാക്ടിംഗ് വിത്ത് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അസറ്റേറ്റിന്റെ എസ്റ്റർ, ഫോസ്ഫേറ്റിന്റെ ഒക്കെ എസ്റ്റർ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫോം ചെയ്യുന്നുണ്ടായിരിക്കും. ഓഫ് ദീസ് phosphate esters are most common and are present as a metabolic intermediate in our body. That is, phosphoric acid esters are formed from the reaction of phosphoric acid with hydroxyl group of the sugar. And they are formed usually by reacting with ATP which act as a donor of phosphate group. അപ്പോൾ phosphate ഗ്രൂപ്പിനെ കൊടുക്കുന്നത് ATP ആയിരിക്കും phosphorylation reaction അത്. Okay. Next is sugar acid that is produced by the oxidation of aldehyde group or terminal alcohol group. അപ്പോൾ ഷുഗർ ആസിഡ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആൽഡിഹൈഡ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ടെർമിനൽ ആൽക്കഹോൾ ഗ്രൂപ്പോ ഓക്സിഡേഷൻ റിയാക്ഷൻ നടന്നിട്ടായിരിക്കും ഷുഗർ ആസിഡ് ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഗ്ലൂക്കോണിക് ആസിഡ് ആൻഡ് ഗ്ലൂക്കോസക്കാറിക് ആസിഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു 3 ടൈപ്പ് ഓഫ് ഓക്സിഡേഷൻ റിയാക്ഷൻ. Sugar alcohol, that is aldehyde or keto group of the sugar, reduced to form its corresponding sugar alcohol, that is sorbitol or mannitol, etc. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. Then next is glycosides. അപ്പോൾ glycosides എന്ന് പറഞ്ഞാൽ when the hemiacetal group, that is hydroxyl group of the anomeric carbon atom. അപ്പോൾ anomeric carbon atom എന്ന് പറഞ്ഞാൽ നമ്മൾ റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്തപ്പോൾ അതിന്റെ ഫസ്റ്റ് പൊസിഷനുള്ള കാർബൺ ആറ്റത്തിനായിരുന്നു ആനോമറിക് കാർബൺ ആറ്റം എന്ന് പറയുന്നത്. അതിനകത്തുള്ള ഹെമി അസറ്റാൽ ഗ്രൂപ്പ്, ഒരു മോണോസാക്രൈഡ്സിന്റെ ഹെമി അസറ്റാൽ ഗ്രൂപ്പ് ആൽക്കഹോളോ അല്ലെങ്കിൽ ഫിനോൾ ഗ്രൂപ്പോ ആയിട്ട് കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോം ചെയ്യുന്നതിനാണ് ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദി നോൺ കാർബോഹൈഡ്രേറ്റ് ഗ്രൂപ്പ് ദാറ്റ് ഈസ് കോൾഡ് എ ഗ്ലൈക്കോൺ. അപ്പോൾ കാർബോഹൈഡ്രേറ്റിന് ഗ്ലൈക്കോൺ എന്ന് പറയുന്നു, നോൺ കാർബോഹൈഡ്രേറ്റ് ഫോംസിനെ എ ഗ്ലൈക്കോൺ എന്ന് പറയുന്നു. ആൻഡ് ദാറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ എ ലിവിംഗ് ഓർഗാനിസം. മെനി പ്ലാന്റ് ദാറ്റ് സ്റ്റോർ കെമിക്കൽസ് ഇൻ ദ ഫോം ഓഫ് ഇൻആക്റ്റീവ് ഗ്ലൈക്കോസൈഡ്സ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്.
And what are the physiological importance of physiologically important glycosides ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ digitonin that act as a cardiac stimulant, streptomycin is used as an antibiotic, obein is a sodium pump inhibitor. These are the glycosides are physiologically important glycosides. Okay, cardiac stimulant ആയിട്ട് ആക്ട് ചെയ്യുന്ന glycoside ഏതാ? digitonin. Antibiotic ആയിട്ട് യൂസ് ചെയ്യുന്ന streptomycin or obein is used as a sodium pump inhibitor. Then next is invert sugar. For sucrose is dextrorotatory and rotation towards right, but it hydrolytic products, that is glucose and fructose. Okay, glucose in the plus 52.5 degree, fructose in the rotation, that is minus 92 degree. I don't know. For on the dextrorotatory, on the levorotatory, because this is because the fructose is more levorotatory than dextrose rotation of glucose. ഗ്ലൂക്കോസിനേക്കാളും കൂടുതൽ ലിവോറോട്ടേറ്ററി ആക്ടിവിറ്റി ആയതുകൊണ്ട് സുക്രോസ് എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ട് ഷുഗർ ആണ് പറയുന്നത്. ഓക്കെ, സുക്രോസ് നോർമലി ഡെക്സ്ട്രോറോട്ടേറ്ററി ആണ്, പക്ഷെ അതിന്റെ ഹൈഡ്രോളിറ്റിക് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ് സുക്രോസിനകത്തുള്ള മോണോസാക്കറൈഡ് യൂണിറ്റ്സ്. അപ്പോൾ ഗ്ലൂക്കോസിനേക്കാളും കൂടുതൽ ലിവോറോട്ടേറ്ററി ഇഫക്റ്റ് ആണ് ഫ്രക്ടോസിന് ഉള്ളത് എന്നുകൊണ്ട് so the sucrose is also called invert sugar. As the hydrolytic product inverts the rotation, that resulting mixture of glucose and fructose, the hydrolytic products of sucrose, that is called invert sugar, and that process is called inversion. For honey is largely invert sugar and sweeter than sucrose, and the enzyme that hydrolyzes sucrose is called sucrase or invertase. Invertase എന്ന് പറയുന്നത് sucrase-നെ enzyme is also called invertase. അപ്പോൾ sucrose is also called invert sugar and the process is called inversion. The enzyme that hydrolyzes sucrose is called sucrase or invertase. Next, dietary fibers നെ കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ ഡയറ്ററി ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കാർബോഹൈഡ്രേറ്റ് ദാറ്റ് ആർ നോട്ട് യൂട്ടിലൈസ്ഡ് ഓർ ഡൈജസ്റ്റഡ് ബൈ ദി ബോഡി. നമ്മുടെ ബോഡിക്കകത്ത് യൂട്ടിലൈസ് ചെയ്യാനോ ഡൈജസ്റ്റ് ചെയ്യാനോ പറ്റാത്ത ടൈപ്പ് കാർബോഹൈഡ്രേറ്റ് മോളിക്യൂൾസിനെയാണ് ഡയറ്ററി ഫൈബേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോൾ സെല്ലോസിന്റെ കാര്യം പറഞ്ഞു. ഇറ്റ്സ് ആക്ട് ആസ് എ ഡയറ്ററി ഫൈബർ. ദിസ് ഇൻക്ലൂഡ് സെല്ലോസ്, ഹെമി സെല്ലോസ്, പെക്റ്റിൻ, മ്യൂസിലേജ് എക്സെട്ര. അപ്പോൾ ഈ ഡയറ്ററി ഫൈബേഴ്സ് കൂടുതൽ കിട്ടാനുള്ള സോഴ്സസ് ഏതാ? fruits, leafy vegetables, legumes, rice, etc. And daily requirement of this dietary fiber, that is 30 gram per day. And what are the beneficial effects of dietary fiber? That helps to maintain the normal motility of GIT and prevents constipation, reduce the risk of GIT cancer, improves glucose tolerance of the body, therefore that decrease the rate of glucose absorption from the intestine. Glucose absorption കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അബ്സോർബ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, ദസ് ഇൻക്രീസസ് ദി ഫീക്കൽ മാസ് ആൻഡ് ഈസിയർ എക്സ്പൾഷൻ, ആൻഡ് ഇറ്റ് ഡിക്രീസസ് ദി അബ്സോർപ്ഷൻ ഓഫ് ഡയറ്ററി കൊളസ്ട്രോൾ ഫ്രം ദി ഇൻറ്റസ്റ്റൈൻ, ആൻഡ് സിഗ്നിഫിക്കൻ്റ്ലി ആഡ്സ് വെയിറ്റ് ടു ഫുഡ് സ്റ്റഫ് ingested and gives sensation of stomach fullness, thus reduces the excess calorie consumption. Okay, and what are the adverse effects of fiber? Digestion and absorption of protein decrease the absorption of calcium, phosphate, magnesium, etc. Intestinal bacterial ferment some fibers that causes flatulence and often discomfort. Then what are the biomedical importance of this dietary fiber? The constituent of compound lipids and conjugated proteins, certain carbohydrate derivatives that are used as a drugs like cardiac glycosides and antibiotics, lactose that is present in milk sugar, lactating mammary gland, and constituent of mucopolysaccharides which forms the ground substance of mesenchymal cells. And also that is used as a degradation product utilized for the synthesis of substances such as fatty acid, cholesterol, amino sugars, etc. The inherited deficiency of certain enzymes in metabolic pathways of different carbohydrates that can cause diseases such as galactosemia, GSD, lactose intolerance, etc. Derangement of the glucose metabolism that is seen in diabetes mellitus. Okay, അപ്പോൾ അത്രയാണ് നമ്മൾ ജനറൽ ആയിട്ട് കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിനകത്ത് കാർബോഹൈഡ്രേറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ, ദെൻ
ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. പ്രോപ്പർട്ടീസിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പിമേഴ്സ്, ആനോമേഴ്സ്, ഡയസ്റ്റീരിയോ ഐസോമേഴ്സ് എക്സെട്ര, മ്യൂട്ടർ റൊട്ടേഷൻ. ഇനി പിന്നെ നമ്മൾ പറഞ്ഞത് റിയാക്ഷൻസ് പറഞ്ഞു. കുറെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നത്. ടെസ്റ്റ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ബെനഡിക്ട് ടെസ്റ്റ്, ബാർഫോർഡ് ടെസ്റ്റ് എക്സെട്ര. Then next one is digestion and absorption of carbohydrates. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിന്റെ മെറ്റബോളിസത്തിനകത്ത് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ഓക്കെ, then what is digestion? Digestion is the process of hydrolysis of large and complex organic molecules of the foodstuff into simple forms which can be easily absorbed by GIT for utilization by the organism. നമുക്ക് കഴിക്കുന്ന ഫുഡിനകത്തുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസിനെ കൺവേർട്ട് ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് സിമ്പിൾ മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അബ്സോർപ്ഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോസസ് ആണ് ഡൈജഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണോ കോമ്പൗണ്ട്സ്, ദാറ്റ് ഈസ് കാർബോഹൈഡ്രേറ്റ് ആവാം, ലിപ്പിഡ്സ് ആവാം, പ്രോട്ടീൻസ് ആവാം, അതിന്റെ കോംപ്ലക്സ് ഫോം ദാറ്റ് ഈസ് കൺവേർട്ടഡ് ടു ഇറ്റ്സ് കറസ്പോണ്ടിങ് സിമ്പിൾ ഫോംസ്. ദാറ്റ് ഈസ് carbohydrate to its monosaccharide units, protein to its amino acid level and lipids to corresponding fatty acids of smaller molecules ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് പറയുന്നു. അപ്പോൾ നമ്മുടെ ബോഡിക്കകത്ത് കിട്ടുന്ന പ്രിൻസിപ്പൽ ഡയറ്ററി കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ പോളിസാക്കറൈഡ് ഫോംസിലായിരിക്കും. ദാറ്റ് ഈസ് സ്റ്റാർച്ച് ആൻഡ് ഗ്ലൈക്കോജൻ ആണ് മെയിൻലി കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ്. ആൻഡ് ടു എ മൈനർ